IPL-ൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം നടക്കും. ഇന്ന് രാത്രി 7:30 മണിക്ക് ഹൈദരാബാദിന്റെ മൈതാനത്താണ് മത്സരം നടക്കുക. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ IPL മാമാങ്കത്തെക്കുറിച്ച്. ഗുഡ് മോർണിംഗ് SKN. IPL-ൽ ഇന്ന് രണ്ട് ടീമുകൾ നിർണായക പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് എതിരാളികളോട് ഒരു ദയവുമില്ലാതെ തല്ലിക്കയറുന്ന ഒരു ടീം. ഇതിനോടകം തന്നെ ഈ സീസണിൽ 3 തവണയാണ് അവർ 250 പിന്നിട്ടത്. അങ്ങനെ എതിരാളികളുടെ ബൗളർമാർക്ക് ഒരു ഇടവും കൊടുക്കാതെ തല്ലി മുന്നേറുന്ന ഒരു കൂട്ടർ ഒരു ഭാഗത്ത്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആവട്ടെ 8-7 തോറ്റ് ഈ പ്ലേ ഓഫിലേക്ക് കടക്കാനാവാതെ പുറത്തേക്കുള്ള വഴി തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ടീമിനും ഒരു നിർണായക പോരാട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് RCBക്ക് ഇന്ന് ജയിച്ചില്ലെങ്കിൽ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ മറക്കാം. ശേഷിക്കുന്ന 6 മത്സരങ്ങളിൽ ജയിച്ചാൽ പോലും അവർക്ക് പ്ലേ ഓഫ് ഉറപ്പ് ഇല്ല. ഇപ്പോൾ ജയിക്കുകയാണെങ്കിൽ അവർക്ക് 14 പോയിന്റ് ആവുകയുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2-3 സീസണുകൾ പരിശോധിക്കുകയാണെങ്കിൽ 16 പോയിന്റ് കിട്ടിയ ടീമിനാണ് കയറാൻ പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പോലും RCBയുടെ സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാൽ പോലും അവസാന 6 മത്സരങ്ങളിൽ തുടരെ ജയിച്ചുകൊണ്ട് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താനാണ് വിരാട് കോഹ്ലിയുടെ RCB ഇറങ്ങുക. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അവരുടെ ബൗളർമാരുടെ പ്രകടനമാണ് തീർത്തും തിരിച്ചടിയാവുന്നത്. എല്ലാവരും 50-നടുത്ത് റൺസാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ വിട്ടുകൊടുത്തത്. അത് ഇന്നും ആവർത്തിച്ചാൽ അവരുടെ തോൽവിയുടെ പരമ്പര കൂടുമെന്നേ പറയേണ്ടിയിരിക്കുന്നു. ബാറ്റർമാർക്ക് സ്ഥിരതയില്ലാത്തതും വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനാവട്ടെ ട്രാവിസ് ഹെഡും ഹെൻറിച്ച് ക്ലാസിനും നൽകുന്ന ഉഗ്രൻ തുടക്കം അവരെ 300 എന്ന സ്വപ്ന സ്കോറിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇതിനോടകം അവർ 287 എന്ന റെക്കോർഡ് സ്കോർ നേടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് പറഞ്ഞത് 300 ലക്ഷം വെച്ച് മാത്രമാണ് കളിക്കുന്നത്, അത് വൈകാതെ സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് RCBയുടെ ചെണ്ടകളെന്ന് വിശേഷിപ്പിക്കുന്ന ബൗളർമാർക്കെതിരെ അത് നേടുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഈ ടീമുകൾ 10 ദിവസം മുമ്പ് ഏറ്റുമുട്ടിയപ്പോഴാണ് 287 എന്ന റെക്കോർഡ് സ്കോർ പിറന്നത്. ഇന്ന് അത് മറികടക്കുന്ന ഒരു പ്രകടനം ഉണ്ടാവുമോ എന്നാണ് അറിയേണ്ടത് SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.